ഹലോ, നമുക്കിന്നൊരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 75 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പീസ് തുണി എടുത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ മടക്കി ഈ ഒരു രണ്ടറ്റവും കൂട്ടിച്ചേർന്ന് വരുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ നിവർത്തിയെടുക്കുക. ഇതുപോലെ നിവർത്തിയെടുത്ത് വെച്ചിട്ട് നമുക്കിത് ഒരു ഭാഗം ഇതുപോലെയും മറ്റേ സൈഡ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മടക്കുക. കണ്ടോ? ഇതുപോലെ മടക്കിയ ശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗം ഇതുപോലെ ഒരുമിച്ച് മടക്കുക. എന്നിട്ട് മടക്കിയിട്ട് ആ ഒരു അറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആദ്യം മടക്കിയ ഭാഗം നമുക്കിങ്ങനെ വലിച്ച് എടുക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ അറ്റം ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം അതിൻ്റെ ആ ഉള്ളിലത്തെ പോർഷനില്ലേ നമ്മൾ നേരത്തെ മടക്കിയത്, അത് അതിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്യാതെ നോക്കണം കേട്ടോ. കുറച്ച് അതിനെ ഉള്ളിലേക്ക് നീക്കി വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് പതുക്കെ വലിക്കുക. ഇങ്ങനെ ഇതുപോലെ വലിച്ച് ആ ഒരു റൗണ്ട് മുഴുവനും സ്റ്റിച്ച് ചെയ്യും. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കുറച്ച് ഭാഗം, അതായത് ലാസ്റ്റ് എത്തുമ്പോൾ ഒരിത്തിരി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ആ ഒരിത്തിരി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഉള്ളിലത്തെ പോർഷൻ മുഴുവനായിട്ട് നമുക്ക് വലിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഇട്ടിട്ട് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വലിച്ചെടുത്ത് നമുക്ക് ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ആ ലാസ്റ്റ് കുറച്ച് ഭാഗം നമ്മൾ വിടണം എന്ന് പറഞ്ഞില്ലേ സ്റ്റിച്ച് ചെയ്യാതെ, ആ ഒരു ഭാഗത്തേക്ക് കൂടി നമുക്ക് ഇതുപോലെ ആ ഒരു ഉള്ളിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് വലിച്ച് അതിനെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി ആ ഒരു കുറച്ച് ഭാഗം അങ്ങനെ നിൽപ്പില്ല, തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് സ്റ്റിച്ചൊന്നും ചെയ്യണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ചിങ്ങോട്ട് നീക്കി, അതായത് നമുക്കൊരു ഇടത് സൈഡിലോട്ട് കുറച്ച് നീക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതും ഈ പറയുന്ന റൗണ്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ? ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനെ അങ്ങ് കൂട്ടിച്ചേർത്ത് സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കുക, കുറച്ച് നീക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലത്തെ ഒരു എലാസ്റ്റിക് എടുക്കാം. അതൊരു 17-18 സെൻറ്റിമീറ്റർ നീളമുള്ള എലാസ്റ്റിക്കാണ്. അത് നമുക്കിതുപോലെ പിന്നെ ചെയ്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, നമുക്ക് സാധാരണ പാവാട പാൻറ്റിനൊക്കെ നമ്മളിങ്ങനെ കയറ്റില്ല, അതുപോലെ കയറ്റി നമുക്ക് ഈ എലാസ്റ്റിക് മുഴുവനായിട്ടും ഇതിലിടാം. അങ്ങനെ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഈ എലാസ്റ്റിക്കിനെ നമുക്ക് ഒരു സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുത്ത് ടൈറ്റ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മുടെ എലാസ്റ്റിക് തുന്നിക്കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ എലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഒന്ന് തുന്നിയോ സ്റ്റിച്ച് ചെയ്തോ നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡിയായി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും അല്ല ഡിസൈൻസൊക്കെ ഉള്ള തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.